ഇന്ന് നമുക്ക് നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതെ, അപ്പോൾ ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അതൊന്നിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളങ്ങനെ അരിഞ്ഞ് മേടിക്കലില്ല. നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ബീഫൊക്കെ നുറുക്കി ചെറിയ പീസുകളാക്കി മാറ്റുന്നത്. അങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ സബോള, ഇഞ്ചി, പച്ചമുളക്. വെളുത്തുള്ളി നന്നാക്കലാണ് ഏറ്റവും പണി അല്ലേ? അപ്പോൾ അതിൻ്റെ ഓരോ തൊലികളും കളയാൻ നമുക്ക് അത്യാവശ്യം കുറേ സമയം തന്നെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതങ്ങനെ രണ്ട് പേരും കൂടി ഇരുന്ന് അത്യാവശ്യം കുറച്ച് എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഇടാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെ കേട്ടോ. ചിലവർ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ കുറേ തൊലിയൊക്കെ അങ്ങനെ പോരും. ഇപ്പോൾ മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ആദ്യമേ ഇങ്ങനെ ചെയ്ത് നമുക്കിത് ശീലമായി. ഇപ്പോൾ നമുക്കിതാണ് എളുപ്പം തോന്നാം. ഇതാകുമ്പോൾ തൊലിയൊന്നും തീരെ നമുക്കതിൽ പെടില്ല. അപ്പോൾ അതാണ് എന്ത് ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അത്യാവശ്യം ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2-3 കുടം വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഒപ്പം തന്നെ സബോളയും കൂടെ ഒന്ന് തൊലി കളയുക. ഒരു 3-4 സബോളയും കൂടെ നമുക്ക് ബീഫിലേക്ക് വേണ്ടിയിട്ട് തൊലി കളഞ്ഞ് വെക്കുക. അതുപോലെ തന്നെ ഒരു ഇഞ്ചി, ഒരു അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു ഇഞ്ചിയും കൂടെ നമുക്ക് പോയി ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഇഞ്ചി ഉണ്ട്, അതായത് പുറത്തൊന്നും മേടിക്കലില്ല. പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുത്താലോ? അങ്ങനെ നമ്മുടെ സബോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഞാൻ അരിയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ സബോളൊക്കെ അത്യാവശ്യം നല്ല ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അത്യാവശ്യം നല്ല അതിൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ബീഫ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സബോളയൊക്കെ ഒന്ന് വഴറ്റാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളത്തിലൊന്ന് കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വഴറ്റാനിടാം കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പത്ത് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സബോള ഇട്ടാൽ മതി. കാരണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഫ്ലേവർ കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ സബോളയും വേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അടപ്പിൽ കാരണം ആ ചെറിയ തീയിൽ ഇങ്ങനെ ഇരുന്ന് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് അലിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മളിതൊന്ന് വഴറ്റി നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് കുക്കറിൽ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെന്നും കുക്കറിൽ അടിക്കാതെയാണ് വെക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് കുക്കറിൽ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ബീഫും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒരു 2 വിസിൽ അടുപ്പിച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള സബോളയും കൂടി ഇട്ട് നമ്മുടെ ബീഫും കൂടി ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഇത് മുങ്ങത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ. അടപ്പയിൽ ഇങ്ങനെ മൂടിയിട്ട് കഴിഞ്ഞ് തനിയെ ഇങ്ങനെ വറ്റി നമ്മുടെ റോസ്റ്റായിട്ടുണ്ട്. ഈ ഒരു പാകത്തിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അങ്ങനെ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ചൂടാക്കി കഴിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി.